ഈ ജൂലൈ മാസം 24-ാം തീയതി രാവിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് യോശുവയുടെ പുസ്തകം 14-ാമത്തെ അധ്യായമാണ്. വളരെ മനോഹരമായിരിക്കുന്ന അധ്യായമാണിത്. ഈ അധ്യായത്തിൽ കാലേബ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ അത് ഹെബ്രോൻ മല കീഴടക്കുന്നതായിരിക്കുന്ന ചരിത്രമാണ് ഈ അധ്യായത്തിൽ നമുക്കുള്ളത്. കാലേബിൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഉറ്റുനോക്കുവാനായിട്ട് മോശ അയച്ചതായിരിക്കുന്ന 12 പേരിൽ ഒരാളായിരുന്നു കാലേബ്, മറ്റൊരാൾ യോശുവയായിരുന്നു. ഈ 2 ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും വിപരീത ഉപദേശമാണ് അല്ലെങ്കിൽ അഭിപ്രായമാണ് ജനത്തിന് കൊടുത്തത്. അത് നിമിത്തം അവർ 40 വർഷം കൂടെ അലഞ്ഞു തിരിയേണ്ട ആവശ്യം വന്നു. എന്നാൽ കാലേബ് ഒരു വിശ്വാസവീരനായ മനുഷ്യനായിരുന്നു. താനെ കണ്ടതായിരിക്കുന്ന ആജാനബാഹുക്കളായ അനാക്യ മല്ലന്മാരെ ഒന്നും താനെ പേടിച്ചില്ല. മറ്റവരെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അങ്ങനെ പറഞ്ഞു, അനാക്യ മല്ലന്മാരുണ്ട്, അവരെ എതിരിടാൻ നമുക്ക് കഴിയുകയില്ല, അവരുടെ മുന്നിൽ നമ്മൾ വെറും വെട്ടുക്കിളികളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു. അതെ. എന്നാൽ കാലേബ് മോശയോട് പറഞ്ഞു, ആ ഹെബ്രോൻ മല എനിക്ക് തരണം, അവിടെയാണ് ഈ അനാക്യ മല്ലന്മാർ വസിക്കുന്നത്, ഞാൻ അവരെ അവിടെ ഒന്ന് ചാടിച്ച് ആ മലയെ കീഴിക്കൊള്ളാം. അങ്ങനെ അവരെ കാലത്തിന് ശേഷം അടുത്ത 45 വർഷത്തെ ഒരു നീണ്ട ഇടവേള ഉറ്റുനോക്കാൻ പോയപ്പോൾ കണ്ടതായിരിക്കുന്ന അന്ന് മുതലുള്ളതായിരിക്കുന്ന 40 വർഷം അവർ മരുഭൂമിയിൽ അഴന്നു നടന്നു. അതിനുശേഷം അവർ കനാൻ നാട്ടിൽ പ്രവേശിച്ചു. കനാൻ നാട് അവരെ കീഴടക്കി കഴിഞ്ഞിട്ട് യോശുവയുടെ അടുക്കൽ വന്നിട്ട് കാലേബ് പറഞ്ഞു, എനിക്ക് ആ ഹെബ്രോൻ മല തരണമെന്ന് പറഞ്ഞു. കാലേബ് നോക്കി കാത്തിരുന്നതായിരിക്കുന്ന സന്ദർഭം വന്നു. ഹെബ്രോനിലെ അനാക്യരെ ഭയപ്പെടാതെ 85 വയസ്സുകാരൻ ഒരു കൈ നോക്കാനായിട്ട് തയ്യാറാണ്. അപ്പോൾ യോശുവയോട് പറഞ്ഞു, ആ മല എനിക്ക് തരണമെന്ന് പറഞ്ഞു. യോശുവ ആ മല കൊടുത്തു. വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ ഹെബ്രോൻ നോക്കിക്കണ്ട കാലേബ് ഇപ്പോഴിതാ വിശ്വാസത്തിൻ്റെ കൈകളാൽ അത് വരുത്തിപ്പിടിക്കുവാൻ തയ്യാറാകുന്നു. അങ്ങനെയാണ്, വിശ്വാസത്തിൻ്റെ കണ്ണുകളാലാണ് അന്ന് നോക്കിയത് ആ ഹെബ്രോൻ മല ഞാൻ കീഴടക്കുമെന്ന്. എന്നാൽ വിശ്വാസത്തിൻ്റെ കൈകാലുകൾ പ്രവർത്തിച്ചു. അടുത്ത വർഷങ്ങളിൽ അവിടെ താൻ ജീവിച്ചു. മറ്റുള്ളവരോട് ചേർന്ന് ഞാൻ യുദ്ധം ചെയ്തു. യുദ്ധമെല്ലാം ജയിച്ചു കഴിഞ്ഞപ്പോൾ യോശുവയുടെ വന്ന് പറഞ്ഞു, ഹെബ്രോൻ മല എനിക്ക് തരണമെന്ന് പറഞ്ഞു. എനിക്ക് 85 വയസ്സായി, എന്നാൽ അന്നേപോലെ ഇപ്പോഴും എനിക്ക് പോരാടുവാനുള്ളതായിരിക്കുന്ന ശക്തിയുണ്ടെന്ന് പറഞ്ഞു. ഈ 85 വയസ്സായ മനുഷ്യനെ അത്രയും ശക്തി എങ്ങനെ കിട്ടിയെന്ന് ഞാൻ അതിശയിക്കാറുണ്ട്. കാരണം എനിക്ക് 83 വയസ്സേ ഉള്ളൂ. 83 വയസ്സിൽ ഞാൻ അനുഭവിക്കുന്നതായിരിക്കുന്ന ശാരീരിക ക്ലേശങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ 85 വയസ്സുകാരൻ അനാക്യ മല്ലന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ശാരീരികമായി തന്നെ വളരെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞാൻ വിചാരിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ആളുകൾക്ക് ദൈവം നൽകുന്നതായിരിക്കുന്ന ഒരു മാനസിക ശക്തിയുണ്ട് എന്ന് മാത്രമല്ല, 45 വർഷങ്ങളിലെ അനുഭവങ്ങളൊന്നും കാലേബിനെ നിരുത്സാഹപ്പെടുത്തിയില്ല. എന്തെല്ലാം അനുഭവങ്ങളാണ് 45 വർഷങ്ങളിൽ. 40 വർഷം മരുഭൂമിയിൽ നീണ്ടേണ്ട എന്തോരം ആളുകളാണ്. ഉറ്റുനോക്കാൻ പോയതായിരിക്കുന്ന 12 ആളുകളിൽ യോശുവയും കാലേബും ഒഴികെ ബാക്കിയുള്ളവർ ഉടനെ തന്നെ റോങ് റിപ്പോർട്ട് നടത്തി കഴിഞ്ഞ് തന്നെ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വിധേയരായി. 20 വയസ്സിന് മേൽ പ്രായമുള്ളവരായിട്ട് മിസ്രൈമിൽ നിന്നും പോകുന്നതായിരിക്കുന്ന ആളുകളിൽ 2 ആളുകൾ മാത്രമേ കനാൻ നാട്ടിൽ പ്രവേശിച്ചുള്ളൂ. ഒന്ന് യോശുവയും ഒന്ന് കാലേബും. അവർക്ക് ഉണ്ടായതായിരിക്കുന്ന അനുഭവങ്ങളൊന്നും കാലേബിനെ നിരാശപ്പെടുത്തിയില്ല. കാലേബ് വിശ്വാസത്തിൻ്റെ കണ്ണുകളാലാണ്. ദൈവം വാഗ്ദത്തം ചെയ്തതാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം അത് നിവർത്തിക്കും എന്ന് വിശ്വസിച്ച ഒരാളാണ്. എന്ന് മാത്രമല്ല, അസാധ്യതകളെ സാധ്യമാക്കുന്ന വിശ്വാസമാണ് കാലേബിനുണ്ടായിരുന്നത്. അസാധ്യതകളെ ഈ മല്ലന്മാരോട് ഈ 85-ാമത്തെ വയസ്സിൽ മല്ലിട്ട് അവർ വസിക്കുന്നതായിരിക്കുന്ന ഹെബ്രോൻ മല കീഴടക്കി തൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുക്കുക എന്ന് പറയുന്നത് മാനുഷികമായി ചിന്തിക്കുമ്പോൾ അസാധ്യമായിരിക്കുന്നൊരു കാര്യമാണ്. പിന്നെ ഒരുപാട് അസാധ്യമായ കാര്യങ്ങളെ കണ്ടവനാണല്ലോ കാലേബ്. എരിഹോ മതിൽ വീഴുന്നതും, അതുപോലെ യോർദാൻ നദി ക്രോസ് ചെയ്യുന്നതും, ചെങ്കടൽ വിഭാഗിക്കപ്പെടുന്നതും, ആകാശത്തു നിന്ന് മഞ്ഞ വീഴുന്നതും, പാറയിൽ നിന്ന് വെള്ളം വരുന്നതും, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കാലേബ് കണ്ടത്. അതുകൊണ്ട് അസാധ്യമായ കാര്യങ്ങളെ ദൈവത്തിന് വേണ്ടി വിശ്വസിക്കുവാനായിട്ട് കാലേബിന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു, അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അവൻ്റെ വിശ്വാസത്തെ ദൈവം ആദരിച്ചു എന്നുള്ളതാണ്. ഒരിക്കലും ദേശീയ നേതൃത്വം ലഭിക്കാതെ പോയ ഒരാളാണ്. ഞാൻ പലപ്പോഴും അത് ഓർക്കാറുണ്ട്. വാസ്തവത്തിൽ കാലേബും യോശുവും 2 ആളുകളാണ് വിശ്വാസത്തിന് വേണ്ടി ധീരമായി നിന്ന് മോശയുടെ മുൻപിൽ നിന്ന് ജനത്തെ ശാസിച്ചമർത്തിയത്. എന്നിട്ട് അതിൽ യോശുവ മോശയ്ക്ക് ശേഷം നേതാവായി. കാലേബിന് യാതൊരു സ്ഥാനവും കിട്ടിയില്ല. ഒരു അസിസ്റ്റൻ്റ് കമാൻഡറായിട്ടെങ്കിലും കാലേബിന് കൊടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അതിൻ്റെ മാനസികമായ ഒരുപക്ഷെ തെറ്റായ തോന്നലായിരിക്കാം. കാരണം ദൈവം കൊടുത്തില്ലല്ലോ. എന്നാൽ കാലേബ് ഒരിക്കലും ഒരു പരാതി പറഞ്ഞില്ല. ഇതെല്ലാം കഴിഞ്ഞ് ദേശം പിടിച്ച ശേഷം കാലേബ് യോശുവയുടെ അടുക്കൽ ചെന്നിട്ട് അപേക്ഷിക്കണം ഹെബ്രോൻ മലയ്ക്ക് വേണ്ടി.
യോശുവയെ നീ ഓർക്കുന്നുണ്ടല്ലോ, മോശയുള്ള കാലത്ത് ഞാൻ മോശയോട്ട് വാക്ക് പറഞ്ഞു, മോശ ഈ ഹെബ്രോൻ മല എനിക്ക് തരാമെന്ന് പറഞ്ഞു, അതിനുള്ള സമയമായി, നീ എനിക്ക് തരണമെന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കും, വാസ്തവത്തിൽ യോശുവ കാലേബിനെ വിളിച്ച് പറയേണ്ടതാണ്, കാലേബ് യുദ്ധം കഴിഞ്ഞു, ഹെബ്രോൻ മല നിനക്കുള്ളതാണ്, അന്ന് ഞാൻ കേൾക്കുകയാണ് മോശ പറഞ്ഞത് നിനക്ക് തരുമെന്ന്, നീ എടുത്തു എന്ന് പറയേണ്ടതാണ്. പക്ഷേ താൻ ചെന്ന് ചോദിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ അതൊന്നും തന്നിലൊരു അസൂയ ഉളവാക്കുകയോ ഒരു നിരാശ ഉളവാക്കുകയോ ചെയ്തില്ല. യോശുവയോട് തനിക്കൊരു പ്രയാസം ഉണ്ടായില്ല. താൻ വിനയമുള്ളവനായിരുന്നു, സൗമ്യതയുള്ളവനായിരുന്നു. യഥാർത്ഥ ഭക്തന്മാരൊക്കെ അങ്ങനെയാണ്. അവർ മറ്റുള്ളവരോട് വിരോധം വെക്കുകയും അവർക്ക് സ്ഥാനം കിട്ടാഞ്ഞതിൽ അവർക്ക് പരിഭവമുള്ളതൊന്നുമല്ല. യോശുവയ്ക്ക് അതൊന്നും കാലേബിന് അതൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ വിനയമുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തനിക്കൊരു ദേശീയ നേതൃത്വം ലഭിക്കാതെ പോയി എന്നുള്ളതിൽ തനിക്ക് ഒട്ടും ദുഃഖമുണ്ടായിരുന്നില്ല. യഹൂദാ ഗോത്രത്തിൻ്റേത് തലവനായിരുന്നു താൻ എന്നുള്ളതാണ്. എല്ലാ ഗോത്രത്തിനും ഓരോ ഗോത്രപിതാവുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ യഹൂദാ ഗോത്രത്തിൻ്റെ നേതാവായിട്ടിരുന്നു എന്നുള്ളതല്ലാതെ തനിക്ക് വേറെ യാതൊരു സ്ഥാനവും കിട്ടിയില്ല. ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതായിരുന്നു കാലേബിൻ്റെ പോളിസി. നല്ല പോളിസിയാണ്. ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യുക. ദൈവം തരുന്ന നേതൃത്വം മതി. നേതൃത്വം ഒന്നും ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല. അനേക ആളുകൾ നേതൃത്വത്തിന് വേണ്ടി എന്തെല്ലാം സൂത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്, എന്തെല്ലാം തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, കാലേബ് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു, ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. അപ്പം നാമും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മെ നിയമിച്ചാക്കുന്നതായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം നൽകുന്ന ശുശ്രൂഷ ചെയ്ത് ജീവിച്ചാൽ നമുക്കും വിശ്വാസ വലിയ വലിയ കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മുടെ മുൻപിൽ അനേക ഹെബ്രോൻ മലകളുണ്ട്, അനേക മലന്മാർ വസിക്കുന്ന മലകളുണ്ട്. എന്തെല്ലാം ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇന്ന് ഉള്ളത്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഹെബ്രോൻ മലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. വിശ്വാസത്തിന് കണ്ടുകൊണ്ട് അവയൊക്കെ നോക്കി ഈ മലന്മാരെയൊക്കെ നാം കീഴ്പ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നമുക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ കൂടിയാണ് നാം നോക്കുന്നത്. നാം പലപ്പോഴും പറയില്ല, സാധിക്കയില്ല. ചില ആളുകൾ പറയും ദൈവം വിചാരിച്ചാൽ പോലും ഹെബ്രോൻ മല കീഴടക്കാൻ സാധിക്കില്ലെന്ന് പറയും. അങ്ങനെ പോലും പറയുന്നവരായിരിക്കുന്ന വിശ്വാസ വീരന്മാരുണ്ട്. അവരുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്കെന്ത് പറയേണ്ടു. എന്നാൽ കാലേബ് അങ്ങനെ ആയിരുന്നില്ല. കാലേബിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം ദൈവം അബ്രഹാമിനോട് പറഞ്ഞതാണ് കനാൻ നാട് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമെന്ന്. അതുകൊണ്ട് കനാൻ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് കാലേബിന് സംശയമില്ല. പിന്നെ ഹെബ്രോൻ എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ മോശ തരാമെന്ന് ദൈവസന്നിധി പറഞ്ഞതാണ്. അതുകൊണ്ട് ഹെബ്രോൻ കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ആ ഹെബ്രോൻ കീഴടക്കാനായിട്ട് ദൈവം അവന് ശക്തി കൊടുക്കും, ബലം കൊടുക്കും. അവനത് കീഴടക്കി. എത്ര മനോഹരമായിരിക്കും ഒരു ചിത്രമാണ്. ഒരു വലിയ മനുഷ്യൻ്റെ വിശാലമായിരിക്കുന്ന ഹൃദയവും അഗാധമായിരിക്കുന്ന വിശ്വാസവും നമുക്ക് കാലേബിൽ കാണുവാനായിട്ട് കഴിയും. ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനേക ഹെബ്രോൻ മലകളുണ്ട്. സാമ്പത്തിക ഭാരത്തിൻ്റെ ഹെബ്രോൻ മലകളുണ്ട്, രോഗത്തിൻ്റെ ഹെബ്രോൻ മലകളുണ്ട്, മറ്റനേക വിധത്തിലുള്ളതായിരിക്കുന്ന കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് സാത്താന്യമായ ശക്തികളോട് നിരന്തരമായി ഏറ്റുമുട്ടേണ്ടതായിരിക്കുന്ന ആവശ്യം വരും. ഇന്ന് പല ഗവൺമെൻറ്റുകളും വിശ്വാസികൾക്കെതിരാണ്. സംഘടിത ശക്തികൾ തന്നെയുണ്ട്, മറ്റ് മതങ്ങളുണ്ട്. എന്നാൽ ഈ ഹെബ്രോൻ മലകളെല്ലാം കീഴടക്കുവാനായിട്ട് നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ആയുധമാണ് വിശ്വാസം. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വലിയ പ്രവൃത്തി കൊണ്ട് നമുക്ക് എതിരെ നിൽക്കുന്നതായിരിക്കുന്ന ശത്രുക്കൾ കീഴടക്കി വെച്ചിരിക്കുന്ന അനാക്കി മലന്മാരുള്ളതായിരിക്കുന്ന ഹെബ്രോൻ മലകളെ കർത്താവിന് വേണ്ടി കീഴടക്കുക. നമ്മുടെ ഭാവി തലമുറകൾക്ക് അത് അനുഗ്രഹമാകും. എൻ്റെ പ്രിയമുള്ളവരെ, തലമുറകൾക്ക് കൈമാറുവാനായിട്ട് നാം അനുഗ്രഹങ്ങളെ നേടിയെടുക്കേണ്ടത് ആവശ്യമാണ്. അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങേണ്ടതാണ്. നാം വിശ്വാസത്തിൻ്റെ പോർ ചെയ്ത് അനുഗ്രഹങ്ങളെ പിടിച്ചടക്കി നമ്മുടെ തലമുറകൾക്കത് കൈമാറ്റം ചെയ്യുമ്പോൾ തലമുറകൾക്കത് വലിയ അനുഗ്രഹമായി തീരും. അങ്ങനെ നാമും അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ തക്കവണ്ണം കാലേബിൻ്റെ വംശാവലിയിൽ നമുക്കും വിശ്വാസത്തിൻ്റെ വംശാവലിയിൽ വന്ന് ദൈവത്തോട് വലിയ കാര്യങ്ങൾ ചോദിച്ച് ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഇന്ന് കാലേബിൻ്റെ ചരിത്രം ഞങ്ങൾക്ക് തന്നു. വിശ്വാസവീരനായ കാലേബിനായിട്ട് നന്ദിയോട് സ്തോത്രം. എല്ലാവരും അനാക്കി മല്ലന്മാരെ കണ്ട് ഭയപ്പെട്ട് കർത്താവെ അത് വിലപിച്ചപ്പോൾ ധൈര്യത്തോടെ നിന്നുകൊണ്ട് ഹെബ്രോൻ മല എനിക്ക് തരിക എന്ന് പറഞ്ഞ കാലേബ്, അത് വർഷങ്ങൾ 45 കഴിഞ്ഞപ്പോൾ ആ ഹെബ്രോൻ മല താൻ വിശ്വാസത്താൽ അനാക്കി മല്ലന്മാരെ അവിടുന്ന് ഒതുക്കി അത് തൻ്റെ സ്വന്തമാക്കി തീർത്ത ചരിത്രം ഞങ്ങൾ കാണുന്നു. തൻ്റെ സന്തതികൾക്ക് അത് കർത്താവെ കൈമാറ്റം ചെയ്തു. ഞങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാൻ സഹായിക്കണമേ. വിശ്വാസത്തെ വലിയ കാര്യങ്ങൾ നേടി ദൈവത്തിന് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുവാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസത്തെ അനുഗ്രഹിച്ച് തരണമേ. ഇതിൻ്റെ എല്ലാ പ്രലോഭനങ്ങളും ഞങ്ങളെ വിടുവിക്കണമേ. എല്ലാ പ്രയാസങ്ങളും ഞങ്ങളെ വിടുവിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.